ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു വ്യക്തിയെ അയക്കുമ്പോൾ ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയ്ക്ക് ഈ വൈപ്പിൻകര ജന്മം നൽകിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസ സഭയ്ക്ക് രൂപം നൽകുവാനും അങ്ങനെ ആദ്യത്തെ സന്യാസിനിയായി തീരുവാനും ഏലീശാമ്മയ്ക്ക് സാധിച്ചു. ദൈവം ഓരോ വ്യക്തികൾക്കും ജന്മം നൽകുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടെയാണ്. ജീവിതമാകുന്ന യാത്രയിൽ വഞ്ചി തുഴഞ്ഞ് നാം പോകുമ്പോൾ ഈ വഞ്ചിക്ക് നമ്മോട് ഒത്തിരി കഥകൾ പറയുവാനുണ്ട്. ഈ വഞ്ചിയിലെ യാത്ര നമ്മുടെ ജീവിതയാത്ര. ഈ വഞ്ചിക്ക് ഓട്ടയുണ്ടെങ്കിൽ വെള്ളം വഞ്ചിയിലേക്ക് കയറും, വഞ്ചി മുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുവാൻ ഇടയാക്കിയാൽ തീർച്ചയാണ് നാമും ഈ തിന്മയിൽപ്പെട്ട് യേശുവിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് ഈ വഞ്ചി നമുക്ക് നൽകുന്ന പാഠം എപ്പോഴും നന്മ കടന്നു വരുവാൻ നാം അനുവദിക്കുക. നമ്മിലുള്ള തിന്മയ്ക്ക് യാതൊരു അവസരവും കൊടുക്കാതിരിക്കുക. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോ തൻ്റെ ജീവിതത്തിൽ യാതൊരു തിന്മകളും കടന്നു വരാതിരിക്കുവാൻ ശ്രദ്ധയുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധിയിലേക്ക്, ഉന്നത സോപാനത്തിലേക്ക് ഏലീശാമ്മയെ ദൈവം ഉയർത്തിയത്.